ഈ പറയുന്ന വ്യക്തി പാസ്റ്റർ ഒന്നും അല്ല, എനിക്കറിയത്തില്ല പാസ്റ്ററിനെ എന്ന് പറയുന്നത്. നമസ്കാരം. രേണു സുധി വീണ്ടും രേണു സുധിയാണ്. ഒന്നും തോന്നരുതടേ, താല്പര്യമില്ലാത്തവർക്ക് പോവാം. ആർക്കും താല്പര്യം കാണണമെന്നറിയാം. യൂട്യൂബ് തുറന്ന ഇതേ ഉള്ളൂ, വേറെ രക്ഷയില്ല. അവരുടെ സബ്ജക്ട് കേൾക്കാൻ ആൾക്കാരുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? തുറന്നു കഴിഞ്ഞാൽ ദിനം പ്രതി ആഴ്ചയിൽ ഒരു ഡെയിലി ഒരു കുറഞ്ഞത് ഒരു 2 ഇന്റർവ്യൂ, ഒരു 10 റീൽസ്, 10 വിവാദം ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സാധനം എടുക്കുന്നത്, ഈ കണ്ടന്റ് എടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ ഇപ്പോ നമ്മുടെ മൈൽ സ്റ്റോൺ മെയിൻ സ്ട്രീം 1 അതിനകത്ത് ഇപ്പോൾ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ഏതാണ്ട് 1 മണിക്കൂറൊക്കെ ആയിട്ട് 1-2 മണിക്കൂറായി. അപ്പൊ അതിനായിട്ട് നമ്മുടെ പാസ്റ്റർ ബിനുവിനെ കുറിച്ച്, മുൻ ഭർത്താവായ പാസ്റ്റർ ബിനുവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിനകത്ത് രേണു സുധി സമ്മതിക്കുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ പറയാം. പിന്നെ ബിനു ആണ് പേര് എന്നുള്ളത് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ പാസ്റ്റർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉറഞ്ഞു തുള്ളുന്നുണ്ട് രേണു. എന്തിനാണ് രേണു ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും നാളും ഒളിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫ്രസ്ട്രേഷനാണ് ഞാൻ അവിടെ കണ്ടത്. നിങ്ങൾക്ക് എന്ത് അധികാരം ഇതൊക്കെ ചോദിക്കാനാണ്? ഞാൻ 1, 2, 3 കിട്ടിട്ട് നിങ്ങൾക്ക് എന്ത് അധികാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതുപോലുള്ള A to Z വന്ന് പറയുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളും ആൾക്കാർ ചോദിക്കും. അത് പറയാനുള്ള പിന്നെ ബാധ്യസ്ഥരാണ് നിങ്ങൾ എല്ലാവരും, ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്ന് മെഴുകുന്നവരുടെ കേസ്. അപ്പോ ഞാനിവിടെ പറയാൻ വന്നത് മറ്റൊരു കേസാണ്. ഈ ഒരു ഇന്റർവ്യൂവിനിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾ എല്ലാവരും ചിലവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഒരു 7 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ അതിനകത്ത് ഈ നമ്മുടെ സുധിയുടെ ഫോട്ടോയിൽ നിന്ന്, ഈ രേണു സുധി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുധിയുടെ ഫോട്ടോയിൽ നിന്ന് ഒരു പൂ തറയിൽ വീഴുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം കണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. എനിക്കൊന്ന് പടയപ്പ എന്ന് പറയുന്ന സിനിമയിൽ ഈ നമ്മുടെ രജനീകാന്തിന്റെ ഫോട്ടോ, രജനീകാന്തിന്റെ അച്ഛന്റെ ഫോട്ടോ ഇങ്ങനെ ഇരിക്കും. ഈ പറയുന്ന എന്തോ ഒരു സംഭവം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രജനീകാന്തിന്റെ അച്ഛന് അത് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളത് ചെയ്യരുത്, ഈ പറയുന്ന നുണയാണ് അല്ലെങ്കിൽ കള്ളമാണ് അവർ പറയുന്നതെന്ന് ഇവരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഫോട്ടോ ഇങ്ങനെ ചരിയുന്ന ഒരു സീനുണ്ട്. അപ്പൊ അതുപോലെ എനിക്ക് ഇവിടെ തോന്നിയത്. അപ്പൊ ഈ പറയുന്നതെന്നും ഈ പറയുന്ന ഒരു തരത്തിൽ നമുക്ക് ഇതൊരു നെഗറ്റിവിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ പറയുന്നതൊന്നും ഈ പറയുന്ന സുധിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു സൂചനയല്ലേ അത് എന്ന് എനിക്ക് തോന്നിപ്പോയി. എനിക്കങ്ങനെ തോന്നിപ്പോയി. കാരണം ആ ഒരു പൂ വീഴുന്ന രംഗം, പൂ വീണ് തറയിൽ കൂടി ഉരുണ്ട് തറയിൽ വീഴുകയാണ് ആ സാധനം. വളരെ വ്യക്തമായിട്ട് അത് അതിനകത്ത് കാണാം. ആ ഒരു സീൻ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ, ഒരു ചെറിയ ക്ലിപ്പിംഗ് കണ്ടോ. ഈ ആരോപണം ഉദ്ദേശിച്ച് ഈ പുള്ളി പോലും ഇത് ചിലപ്പോൾ അറിഞ്ഞു കാണത്തില്ല, അയാള് പോലും ഇത് അറിഞ്ഞു കാണത്തില്ല. ചേച്ചിക്കെതിരെ ആരോപണം വരുന്ന കാര്യം പുള്ളിക്കാരൻ അറിഞ്ഞിട്ടുണ്ട്. അയാള് ഈ പറയുന്ന വ്യക്തി പാസ്റ്റർ ഒന്നും അല്ല, എനിക്കറിയത്തില്ല പാസ്റ്ററിനെ എന്ന് പറയുന്നത്. ഈ പറയുന്ന വ്യക്തി കല്യാണം കഴിഞ്ഞ് 2 മക്കളുമായിട്ട് കുടുംബജീവിതമായിട്ട് താമസിക്കുന്ന ഞാൻ അറിഞ്ഞു. കേട്ടോ, ആ ഒരു പൂ ഈ പറയുന്ന രേണു ഇങ്ങനെ രക്ഷാകുലയായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പൂ തറയിൽ വീണ്, ആ സോഫയിൽ വീണ് ഉരുണ്ട് തറയിൽ വീഴുകയാണ്. ഫോട്ടോയിൽ നിന്ന് നേരെ സോഫയിലിട്ട് അവിടെ നിന്ന് ഉരുണ്ട് തറയിലേക്ക് വീഴുകയാണ്. അതൊരു എന്താ ഒരു നെഗറ്റിവിറ്റി ആയിട്ടാണ് എനിക്കതിനകത്ത് ഫീൽ ചെയ്തത് കേട്ടോ. എന്നൊക്കെ പറയുന്നത് ഇതിപ്പോ ഈ നടക്കുന്നതൊന്നും സുധിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഏത് സുധി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഭർത്താവ് സമ്മതിച്ചു കൊടുക്കത്തില്ല. മനസ്സിലായോ? ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ഇനി കുറെ പേര് പറയുന്നത് നിനക്ക് എങ്ങനെ അറിയാം, മറ്റേന്ന് മറിച്ചെന്നൊക്കെ പറയും. സ്വന്തം ഈ പറയുന്ന 2ാം വാർഷികത്തിന്റെ അന്ന് ഒരുത്തനെ വിളിച്ചിട്ട് അവനെ കൊണ്ട് അട്ടഹസിക്കുകയും ചിരിക്കുകയും കൈകൊട്ടി പാടുകയും ഒക്കെ ചെയ്ത് അവിടെ വെച്ച് റീൽസ് ആക്കുകയും ആ ഓർമ്മ ദിവസം പോലും അതിനെ ഒരു കണ്ടന്റ് ആക്കി എടുക്കുകയും ചെയ്തൊക്കെ ചെയ്യുമ്പോൾ ഒരു മനുഷ്യനും ഒരു മനുഷ്യനും അത് ഇഷ്ടപ്പെടത്തില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. മനസ്സിലായോ? ഇതെല്ലാം ഇരുന്ന് കാണുന്ന, മരിച്ചു പോയെങ്കിലും മേളിലിരുന്നൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് രേണു സുധി പറയുന്ന മറ്റൊരു കേസ് പാസ്റ്റർ ബിനുവിന്റെ കേസ്. നമ്മളെ പാസ്റ്റർ ബിനു എന്നാ പറഞ്ഞു. പക്ഷെ ഈ പറയുന്ന ബിനു എന്നൊരു ആളുമായിട്ട് ഈ പറയുന്ന രേണു സുധി പിന്നീട് എന്താ ഒരു ബന്ധമുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പറഞ്ഞു വെക്കുന്നത് രേണു സുധിന് ഈ കേസ് ചോദിക്കും. രേണു സുധി ഭയങ്കര രോക്ഷമാണ്, ഭയങ്കര പിന്നെ തിളയ്ക്കുന്നുണ്ട്. രേണു ഇത് ആരാണ് പുറത്തു കൊണ്ടുവന്നത്? ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരും രേണു. ഇതൊക്കെ വരും, ഇതൊക്കെ ഫേസ് ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾ ഒരിടത്തും ആരും ചോദിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാത്തത്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ എന്നാ പറയുന്നത്. ഇപ്പം ഇത് രേണുവാണ് പറയുന്നത്, ഞാൻ ആ കൂടി ഒരാളെ വിവാഹം കഴിച്ചിട്ടുള്ളൂ. മറ്റത് ഇപ്പം പറയുന്നതെന്ന് വെച്ചാൽ മറ്റത് കല്യാണം കഴിച്ചിട്ടില്ല, താലി കെട്ടിയത് അല്ലെങ്കിൽ പിന്നെ ഇപ്പം ലീഗലായിട്ട് രജിസ്റ്റർ ചെയ്തത് ഒന്നേ ഉള്ളൂ, അല്ലാതെ കുറെ ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ലീഗലായിട്ട് ഈ സുധി മാത്രമേ ഉള്ളൂ, അല്ലാതെ മുമ്പ് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഇത് പറയുന്നത്. അതായത് ഞാൻ ഈ രേണുവിന്റെ ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് മറ്റൊരു ബന്ധമുണ്ടെന്ന്, എൻ്റെ ഒരു പാസ്റ്റ് ഉണ്ടെന്ന് രേണു സുധി സമ്മതിക്കുന്നു. അല്ലെങ്കിൽ തന്നെ രേണു സുധിന് പറയാമായിരുന്നു അങ്ങനെയൊന്നും സാധനമൊന്നും ഇല്ല, അത് വെറുതെയാണ് പോയി തെളിയിക്കുക. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടില്ല. അയാളുണ്ട്, ഈ പറയുന്ന ബിനു എന്ന് പറയുന്ന ആളുണ്ട്, അയാൾ ഇപ്പം കല്യാണം കഴിച്ച് 2 കുട്ടികളായിട്ട് ജീവിക്കുന്നു എന്നാ പറയുന്നത്. അപ്പൊ രജിസ്റ്റർ മാരേജ് ചെയ്യാതെ അല്ലെങ്കിൽ
ഒരു വിളിച്ചോട്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. എന്തോ ഒരു സംഭവം ഞാൻ അറിഞ്ഞത് ഒരു 2 മാസം വരെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. അതെന്തോ ആയിക്കോട്ടെ. ഇനി ഇന്റർവ്യൂവിലെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ. ഏതെങ്കിലും ഒരു ദുരനുഭവത്തെയാണോ ഇത്തരത്തിൽ വിവാഹ ജീവിതം അല്ലെങ്കിൽ ആദ്യം വിവാഹം കഴിച്ചു എന്ന തരത്തിൽ പറയുന്നത്? അല്ല, ഇപ്പൊ 2 ആണെങ്കിലും 3 ആണെങ്കിലും ഇവർക്ക് എന്നാ പ്രശ്നം? എന്നോട് ആരും ക്ലാരിഫിക്കേഷൻ, ഞാൻ എന്തിനാ ഇവർക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത്? ഞാൻ എന്തിനാണ് ആ പേര് പോലും എനിക്ക് ഉപയോഗിക്കുക? കാരണം ഈ പറയുന്ന വ്യക്തിക്ക് ഒരു ഭാര്യ ഉണ്ട്, 2 മക്കളുള്ളതാണ്. ഓക്കെ. ഇങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അവരോടത്ത് ജീവിച്ചത് കൊണ്ടാണോ ഇങ്ങനെ പറയുന്നത് എന്ന് ആങ്കർ ചോദിക്കുമ്പോൾ രേണുസുതി അവിടെ ചാടിക്കടിക്കാൻ വരികയാണ്. 1 ആയ 2 ആയ 3 ആയ നിങ്ങൾക്ക് എന്താണ് വിഷയം എന്നുള്ളത് അത് ഇങ്ങനെയുള്ള ഈ സോഷ്യൽ മീഡിയയിൽ A to Z വന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കും. ആൾക്കാർ ഇതുപോലുള്ള കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് വന്ന് ആൾക്കാർ ഓരോന്ന് പറഞ്ഞിട്ട് ചെകഞ്ഞു കൊണ്ടുവരും. അതിന് കിടന്ന് ഈ പറഞ്ഞ രോക്ഷം കൊണ്ടിട്ടോ ഈ കിടന്ന് അട്ടഹസിച്ചിട്ടൊന്നും കാര്യമില്ല. മനസ്സിലായോ? അയാൾ ഭാര്യ കല്യാണം കഴിച്ച് 2 മക്കളുണ്ടെങ്കിൽ അതിന് പ്രശ്നം എന്താ? അതല്ലല്ലോ. അയാൾ കല്യാണം കഴിച്ച് ഇപ്പൊ 2 മക്കളുള്ള എന്നൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം താങ്കൾ വേറെ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരുടെങ്കിലും കല്യാണം കഴിക്കാതെ ജീവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഉണ്ട് എന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ സുധി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പറയണം തോന്നില്ല. അത് സിമ്പിൾ ആയിട്ട് അങ്ങ് പറഞ്ഞ് തീർക്കാൻ മതി. അതിന് ഈ കിടന്ന് അട്ടഹസിച്ചിട്ടോ അല്ലെങ്കിൽ കിടന്ന് ഈ പറഞ്ഞ തുള്ളിയിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല രേണു. ഓക്കെ. എന്റെ ഭർത്താവാണ് ഇവിടെ ഇരിക്കുന്ന ഈ കൊല്ലം സുധി എന്ന് പറയുന്ന ആൾ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അതിന് മുന്നേ 2 ദിവസം മുന്നേ അടുത്ത ആരോപണം സുധിച്ചേട്ടന്റെ വിവാഹത്തെ പറ്റി, അടുത്തത് കല്യാണരാമനാണ്, കളിയാക്കലാണ്. ഈ മരിച്ചുപോയ വ്യക്തി, മരിച്ച് മണ്ണോട് ചേർന്നൊരു വ്യക്തിയെ പറ്റി ഇങ്ങനെയൊക്കെ പറയാനും ഇങ്ങനെയൊക്കെ കമന്റ് ഇടാനും ഒരു വിവരം കെട്ട ആൾക്കാരാണല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത്. അത് ശരിയാണ് കേട്ടോ. ഈ സുധീക ഈ കല്യാണരാമൻ എന്ന് പറയുന്നതൊക്കെ മോശം തന്നെയാണ്. പക്ഷെ ഈ സുധീരെ പേര് നാഴികയ്ക്ക് 40 വട്ടം വലിച്ചിടുന്നത് താങ്കൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ അങ്ങനെ പറഞ്ഞതായിട്ട് വരും. ഇപ്പോഴും ഈ 2ാം വിവാഹം ഇന്നലെയൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ കഴിഞ്ഞ വീട്ടിലേക്ക് പറഞ്ഞ അങ്ങനെ ഒരു വിവാഹമേ നടന്നിട്ടില്ല, അവളെ ഈ പറയുന്ന ഒരു മോശപ്പെട്ട സ്ത്രീ സുധി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു എന്നുള്ളതാണ്. എന്നെ ആ സ്ത്രീ വിളിച്ചിരുന്നു. എനിക്ക് ആരാണെന്നും അറിയാം, ആ സ്ത്രീ ആരാണെന്നും എനിക്കറിയാം. ഓക്കെ. അപ്പോ വിളിച്ചിട്ടുണ്ടായ അപ്പൊ അതിനെപ്പറ്റി ഇതിനകത്തൊന്നും പറയുന്നില്ല. അത് ഇപ്പൊ വിഴുങ്ങി, അതിപ്പം ജെന്യുവനാണ്. അത് അവർ തന്നെ പറയുന്നുണ്ട്. എന്തിനാ ഞാൻ സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ട ആവശ്യം? അവിടെ പറയുന്ന കിച്ചുണ്ട്, ഇവരുടെ അമ്മയുണ്ട്, സഹോദരിയുണ്ട്. അവരുടെ അടുത്തൊക്കെ ഒരു വാക്ക് അവരാരെങ്കിലും ഒന്ന് പറയട്ടെ, വീഡിയോയിൽ ഒന്ന് പറയട്ടെ, പിന്നെ സുധി എന്നെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയട്ടെ. അതുപോലെ ഇവര് പിന്നീട് ഈ സുധി അവരുടെ വിവാഹം നടക്കുന്ന സമയത്ത് തന്നെ സുധിയുമായിട്ട് അവർ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്, ഈ പറയുന്ന രേണുവായിട്ടൊക്കെ. അത് വിട്, ബാക്കി അതും ഏക്കുന്നില്ല എനിക്ക്. സൂചന കിട്ടിയത് മനസ്സിലായോ? അതായത് ചേച്ചി ഇപ്പോൾ ചേച്ചിയുടെ ഒരു ആദ്യ വിവാഹം കഴിഞ്ഞതാണ്, സുധിച്ചേട്ടനുമായിട്ടുള്ള വിവാഹം ചേച്ചിയുടേത് 2ാമത്തേതാണ് എന്ന് പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ചേച്ചിയോടൊരു ചോദ്യം ചോദിക്കുകയാണ്. വിവാഹ ജീവിതം എന്ന് പറയത്തക്ക രീതിയിൽ സുധിച്ചേട്ടനുമല്ലാതെ മറ്റ് ആരെങ്കിലുമായിട്ടും ചേച്ചിക്ക് അങ്ങനെ വിവാഹ ജീവിതം എന്ന് പറയത്തക്ക രീതിയിൽ ഒരു ദിവസമെങ്കിലും കഴിയേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ ആരോപണങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരമായിട്ട് ഞാൻ പറഞ്ഞേക്കുന്നത്, രേണുസുധിയുടെ പഴയ ലൈഫിനെ പറ്റി അറിയേണ്ടവരെ അറിയിച്ചിട്ട് തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചതും. അതായത് എൻ്റെ നിയമപരമായിട്ട് എന്നെ കല്യാണം കഴിച്ചത് എൻ്റെ സുധിച്ചേട്ടൻ, എന്നെ താലി കെട്ടിയ സുധിച്ചേട്ടൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എനിക്കൊരു പഴയ ലൈഫ് ഉണ്ടെന്ന് പറയാം, സുധിച്ചേട്ടൻ്റെ മകനും അറിയാം, എല്ലാം. ഓക്കെ. ഇത് മതി, ഇത്രയൊക്കെ മതി. അപ്പൊ അവര് ഈ പറയുന്ന ആങ്കർ വളരെ ക്ലിയർ ആയിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഈ പറയുന്ന ബിജു എന്ന് പറയുന്ന ആളുടെ അടുത്ത് നിങ്ങൾ ജീവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനും കൃത്യമായിട്ടുള്ള ഉത്തരം പറയുന്നില്ല. അത് പറയാൻ പിന്നീട് ഈ പറയുന്ന പിന്നെ രേണുവിന് മടിയാണ്. അതൊന്നുമല്ല, ഞാൻ പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞു പിന്നെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. ശരിയാണ്. ഓക്കെ. അപ്പോ എനിക്കൊന്നും പറയാം. അപ്പൊ എന്തായാലും ഈ പറയുന്ന പലതും ഒളിച്ചു വെച്ച പലതും, അതുപോലെ ആ നാട്ടുകാർ എന്തോ ബിനുവിന്റെ ഒരു നാട്ടുകാർ എന്തോ ഒരു പേര് പറഞ്ഞില്ല, അവിടെയുള്ള നാട്ടുകാരാണ് ഇതിനെല്ലാത്തിനും പിന്നിലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ സുധി സത്യം പറഞ്ഞ കൺട്രോൾ വിട്ടിരിക്കുകയാണ്, കൈവിട്ട് പോയ ഒരു അവസ്ഥയിലാണ്. പറഞ്ഞ കള്ളങ്ങൾ അല്ലെങ്കിൽ ഒളിച്ചു വെച്ച കള്ളങ്ങൾ പുറത്തു വരുമ്പോഴുള്ള ഒരു ഫ്രസ്ട്രേഷൻ ആണത്. അതിപ്പം അങ്ങനെ ഫ്രസ്ട്രേറ്റ് ചെയ്തിരുന്ന കാര്യമൊന്നുമില്ല, വരുത്തി വെച്ചതാണ്, കയ്യിലിരിപ്പ് കൊണ്ടാണെന്നൊക്കെ മനസ്സിലാക്കേണ്ട. അതേപോലെ A to Z രാവിലെ എഴിക്കുന്ന തൊട്ട് രാത്രി ഉറങ്ങുന്നത് വരെ സുധിച്ചേട്ട എന്ന് പറയും, ഇതെല്ലാം സുധിച്ചേട്ടന് വേണ്ടിയാണെന്ന് പറയും. അതൊക്കെ റീൽസ് ആക്കി പല ഉടായ്പകളും കാണിക്കുമ്പോൾ ഇതുപോലുള്ള താങ്കളുടെ പഴയ ഉടായ്പ പൊക്കിക്കൊണ്ടുവരും. അതിനെ ഈ നേരത്തെ പറഞ്ഞതില്ലേ, കിടന്ന് തുള്ളിയിട്ട രോഷാകുലയായിട്ടൊന്നും കാര്യമില്ല, അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായി? അപ്പൊ മാന്യമായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാന്യമായിട്ട് സപ്പോർട്ട് ചെയ്യും. അതല്ല ഇവിടെ എല്ലാ തരികിടയും കാണിച്ച ആൾക്കാരെ പറ്റിച്ച് ഉടായ്പകൾ പറഞ്ഞ് കള്ളം പറഞ്ഞ് അങ്ങനെ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ന് പറയുന്നവരടുത്ത് പറയണം. അങ്ങനെ എങ്ങനെയെങ്കിലും ജീവിക്കാതെ കണ്ടുകൊണ്ടിരിക്കാനല്ല മെയിനായിട്ട് നമ്മൾ ഈ റിയാക്ഷൻ ചെയ്യുന്നത്. നമുക്ക് തെറ്റായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് കബളിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ നമ്മൾ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.